കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കുട്ടി ക്രിമിനലുകൾ അവർ കാരണം ഒരുപാട് ജീവൻ പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കിടയിൽ ക്രൈമുകൾ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ അത്തരത്തിലൊരു സംഭവമാണ് കോഴിക്കോട് നടന്നിരിക്കുന്നത്. താമരശ്ശേരിയിൽ ഒരു ട്യൂഷൻ സെൻറ്ററിലെ DJ പാർട്ടിക്ക് ശേഷം 2 സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഒരു സംഘർഷത്തിൽ ഒരു കുട്ടി മരിക്കുകയുണ്ടായി, ഷഹബാസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഒരു മനോഭാവം, അതായത് എന്തും ചെയ്യാനുള്ളൊരു ധൈര്യം, കൊല്ലാനൊക്കെ ഉള്ളൊരു ധൈര്യം, കൊന്നിട്ടും അവർക്ക് ഒരു ടെൻഷൻ ഇല്ലെന്നുള്ളതും വേറൊരു വാസ്തവം. അവർ ആ കൊലപ്പെടുത്തിയത് തന്നെ ശിക്ഷ കിട്ടില്ലെന്നുള്ള ഒരു മനോഭാവത്തിലായിരുന്നു. അവരയച്ച വോയിസ് ഒക്കെ നമ്മൾ പുറത്തു വരികയുണ്ടായി. അപ്പം കൂട്ടത്തോടെ കൊലപ്പെടുത്തുകയാണെങ്കിൽ അത് മാത്രമല്ല കുട്ടികളാണ്, അതുകൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെടില്ല, 2 ദിവസത്തിനുള്ളിൽ കേസ് തള്ളിപ്പോകും, ആ ഒരു പ്രതീക്ഷയിലൊക്കെയാണ് അവർ ഈ കൊലപാതകം. കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നു. കാര്യം എന്തുവാവാം, ഇവിടെ നടക്കുന്നത് ഇങ്ങനെയാണല്ലോ. നമ്മുടെ കേരളത്തിലെ നിയമം അങ്ങനെയാണ്, കാരണം ശിക്ഷിക്കപ്പെടില്ലെന്നുള്ള ഉറപ്പ് കുട്ടികൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൈമുകൾ വർദ്ധിക്കുമ്പോൾ എന്താണ് മരിയയ്ക്ക് അതേപ്പറ്റി പറയാനുള്ളത്? ഇത്തരത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാളത്തെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കുമെന്ന് തോന്നുന്നത്? അതെ, നമുക്കിപ്പോൾ പണ്ടത്തെ സമൂഹം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്കൊരു അധ്യാപകരെ വരെ പേടിയായിരുന്നു. അധ്യാപകരെ മാത്രമല്ല, നമ്മുടെ പേരൻസിനെ വരെ നമുക്ക് ഭയമായിരുന്നു. പക്ഷേ ഇപ്പം ഒരു അധ്യാപകൻ ഒരു കുട്ടീനെ തല്ലുവാണെങ്കിൽ അത് ഉടനെ കേസാവുകയാണ്, ഉടനെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. അധ്യാപകർക്ക് സത്യം പറഞ്ഞാൽ ഒരു വടിയെടുത്ത് അടിക്കാൻ പോലുള്ള കോൺഫിഡൻസ് ഇപ്പോൾ ഇല്ല. കാരണം കുട്ടി കേസിന് പോവോ, പേരൻസ് കേസിന് പോകുന്നുള്ളൊരു ഭയമാണ്. പക്ഷേ അധ്യാപകർ അടിച്ചിട്ട് ഒരു കുട്ടികൾ പോലും നശിച്ചിട്ടില്ല എന്നതാണ് സത്യം. കാരണം നമുക്ക് 90s തലമുറ എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം, അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ അധ്യാപകരോടൊക്കെ ഭയമായിരുന്നു, പേരൻസിനോടാണെങ്കിൽ പോലും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയമില്ല. പ്രിൻസിപ്പളിനോടാണെങ്കിൽ പോലും എതിർത്ത് സംസാരിക്കാനുള്ളൊരു തൻ്റെ ഇടം കുട്ടികൾക്കുണ്ട്. അപ്പം നമ്മുടെ ഈ മാറി വരുന്ന സമൂഹത്തിൻ്റെ മാറ്റമാണ് ശരിക്കും ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ കുട്ടികൾക്ക് ക്രൈം ചെയ്യാൻ ഒരു പ്രചോദനമായിട്ട് സമൂഹ മാധ്യമങ്ങളും സിനിമകളും ഒക്കെ അതിനെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്? അതെ, ശരിക്കും. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് തന്നെ സോഷ്യൽ മീഡിയയുടെ അഡിക്റ്റഡ് ആണ്. ഒരു ഫോണില്ലാത്ത കുട്ടികൾ വളരെ ചുരുക്കമായിരിക്കും. അപ്പം എന്തുണ്ടെങ്കിലും നമുക്കിപ്പം ഒരു കൊലപാതകം നടത്താനാണെങ്കിൽ പോലും ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം, അങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് കുട്ടികൾ ചെയ്യുന്നത്. ഇപ്പം ഈ ഷഹബാസിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ അവർ വെൽ പ്ലാൻ ചെയ്തിട്ടായിരുന്നു. കാരണം ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ ട്യൂഷൻ സെൻറ്ററിൽ നടത്തിയ ഫെയർവെല്ലിൻ്റെ ഭാഗമായിട്ട് നടന്ന കളിയാക്കി, കൂവൽ കൊണ്ട് കളിയാക്കിയും അതിൻ്റെയൊക്കെ അപ്പം അത്രയ്ക്കും നമ്മുടെ സമൂഹം അധപതിച്ച് പോയത് തന്നെ പറയാം. അതിൻ്റെ പേരിലൊരു അവൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട്, കൊല്ലാൻ മാത്രം അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. അവരെന്തിനാണ് കൊന്നതെന്നാണ് അവൻ്റെ ഫ്രണ്ട്സ് തന്നെ ചോദിക്കുന്നത്. ആ കരയുന്നൊക്കെ വിഷ്വൽസ് നമ്മൾ കണ്ടാണ്. കാരണം കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും കണ്ണ് നനയ്ക്കുന്ന ഒരു വിഷ്വൽസ് ആയിരുന്നു അത് ശരിക്കും. കാരണം 10ൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതുമാത്രമല്ല അവനെക്കുറിച്ച് അങ്ങനെ നാട്ടിലാണെങ്കിലും ആർക്കും മോശം അഭിപ്രായങ്ങളൊന്നുമില്ല. എല്ലാവരും പറയുന്നത് നല്ല അഭിപ്രായമാണ്. പഠിക്കാൻ മിടുക്കനായിരുന്നു. സ്കൂളിലാണെങ്കിലും അങ്ങനെ പ്രശ്നങ്ങൾക്കൊന്നും ഇതുവരെ കേസോ അങ്ങനെ പ്രിൻസിപ്പളാണെങ്കിലും പറഞ്ഞ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ്. അപ്പം അയൽവാസികളോടാണെങ്കിലും ഞാൻ നന്നായിട്ട് പഠിക്കും, ഞാൻ പഠിക്കുമായിരുന്നു, ഫുൾ നല്ല മാർക്ക് മേടിക്കും, അങ്ങനെയൊക്കെ വളരെ പ്രതീക്ഷയിലായിരുന്നു. ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് ഇപ്പോൾ ഇല്ലാതായത്. അപ്പം ഇത്തരത്തിൽ ഈ കുറ്റങ്ങൾ ചെയ്യുന്നവരെ അവർക്കൊരിക്കലും നീതി ലഭിക്കരുത്, അത് തന്നെയാണ് പറയുന്നത്. കാരണം അവരെ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവർക്ക് നാളെ 10ാം ക്ലാസ് പരീക്ഷ എഴുതാനുള്ള അവസരം വരെ ഉണ്ടാക്കിയേക്കുവാണ്. കാരണം അവരെ ഇതുവരെ അവരുടെ ഫോട്ടോസ് പോലും കാണിച്ചിട്ട് അവരുടെ മുഖം വെളിപ്പെടുത്തിയിട്ടില്ല. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് ചെയ്യുന്നത്. കാരണം ഇത്രയും കൊടും കുറ്റം 10ാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കുട്ടികളുടെ മൈൻഡ് അല്ല അവർക്ക്. കാരണം അവർ പ്ലാൻ ചെയ്യുന്ന റെക്കോർഡ് അടക്കം നമ്മൾ പുറത്ത് കേട്ട് കഴിഞ്ഞു. പ്രായത്തിന്റെ ചോരത്തിളപ്പ് അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10ൽ പഠിക്കുന്ന ഒരു കുട്ടികളാണ് ഇത്തരത്തിൽ പറയുന്നത്. സഹപാഠികളാണ് ഈ പറഞ്ഞ ഷഹബാസിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയത്. ഇത്തരത്തിലുള്ളൊരു 2 ഫെയർവെല്ലിനിടയ്ക്കുണ്ടായ ഡാൻസിൻ്റെ ഇടയ്ക്ക് മൊബൈൽ ഫോണിൽ നിന്ന് ബ്ലൂടൂത്ത് കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടതിൻ്റെ ഫലമായി ആ ഒരു സമയത്താണ് കൂകിയത്. 2 സ്കൂളുകൾക്കിടയിൽ, അത് MJ സ്കൂളും വയനാട്ടിലെ താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 പേരും ചേരിതിരിഞ്ഞ്, പക്ഷേ 2 പേരും ഒരേ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുമ്പോൾ 2 ഡാൻസസ് എന്തോ ഉണ്ടായിരുന്നു. അപ്പം MJ സ്കൂളിലെ മറ്റോ ഡാൻസ് നടക്കുന്ന ഒരു സമയത്ത് ഒരു ബ്ലൂടൂത്ത് കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടതിൻ്റെ ബാക്കിയായിട്ടാണ് കൂകി വിളിക്കലും വഴക്കും ഉണ്ടാവുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഷഹബാസിനെ പിറ്റേ ദിവസത്തെ തല്ലിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ആ തല്ലിൻ്റെ, അതായത് സഹോദരങ്ങൾക്ക് പലഹാരം വാങ്ങാൻ എന്തോ വൈകുന്നേരം ഇറങ്ങിയൊരു കുട്ടിയായിരുന്നു. ആ സമയത്ത് വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഷഹബാസിൻ്റെ സുഹൃത്തുക്കൾ. എന്നിട്ട് അത് മാത്രമല്ല, അടി കയറ്റി കഴിഞ്ഞപ്പോൾ ഷഹബാസിനെ വീടിൻ്റെ പരിസരത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഇത്രയും തൻ്റെ ഇടത്തോടു കൂടി
കൂട്ടുകാരൻ എന്നുള്ള രീതിക്ക് കൊണ്ടുപോയിട്ട് അധികം മുറിവുകളില്ലായിരുന്നു. അപ്പൊ വീട്ടിൽ വന്ന ഉടനെ കുട്ടി കടക്കുകയാണ്. അപ്പോഴത്തേക്കിനും പേരൻസിനാണെങ്കിലും ഒരു സംശയം തോന്നി. പിന്നെ ഉടനെ ഛർദ്ദിക്കുകയും ചെയ്തു. ആ വീട്ടിലോട്ട് എത്തിച്ചത് പോലും അയൽവാസിയായിരുന്നു. അതും നമ്മൾ ഇതിനകത്ത് ആലോചിക്കണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സുഹൃത്തുക്കൾ ഉപേക്ഷിച്ചിട്ട് പോയി വഴിയിൽ. എന്നിട്ട് അവശനായിട്ടൊരു ഗേറ്റിങ്കിലോ മറ്റു ചാരി നിന്നിരുന്ന ഷഹബാസിനെ മറ്റൊരു അയൽവാസി താങ്ങിയെടുത്ത് സംരക്ഷണം നൽകുകയും ഷഹബാസിൻ്റെ അമ്മേനെ വിളിക്കുകയും അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് വീട്ടിൽ ചെന്നിട്ട് വയ്യാതെയാവും, ഛർദ്ദിക്കുകയും പിന്നീട് കാരണം പേരൻസ് ഇത് ഓർക്കുന്നില്ല ഇത്രയും. കാരണം പുറമെ മുറിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. അത് മാത്രമല്ല, ഇത്തരത്തിലൊരു തല്ലിലോട്ട് ചെന്ന് കയറിയതാണ്. സുഹൃത്തുക്കൾ വിളിച്ചപ്പോൾ പോയതാണ്. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും 15 വയസ്സുള്ളൊരു കുട്ടിയുടെ മനസ്സ് ഒരു ചിന്താഗതി വെച്ച് വീട്ടിൽ അത് ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയതാണെന്നൊന്നും കയറി പറയത്തില്ല. ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഓരോരോ സമയം കഴിയും തോറുമാണല്ലോ ഇഞ്ചുറീസിൻ്റെ ആ ഒരു പ്രത്യാഘാതങ്ങൾ പിന്നീടല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. തന്നെ തളർന്നു പോവുകയും ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും 12:30 ശേഷമായിട്ട് മരണമടയുകയും ചെയ്തത്. അതിൻ്റെ ബാലൻസ് ആയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇത്രയും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ അധ്യാപകർ ഉൾപ്പെടെയുള്ള 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഈ ട്യൂഷൻ സെൻറ്ററിൽ. 2 സ്കൂളുകൾക്കും ഓരോ ഗ്രൂപ്പ് ചെയ്ത് അധ്യാപകരും ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്താൻ പറ്റാത്തത് കൊണ്ട് ഇവർ വേറെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും. അതിലാണ് ഓരോരുത്തർ എവിടെ എപ്പോൾ പോകുന്നു, ബസ്സിൽ പോകുന്നവരാരൊക്കെ, നടന്നു പോകുന്നവരാരൊക്കെ, കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ, അതായത് അവരെ നമുക്ക് ഇങ്ങനെ തന്നെ തീർക്കണം എന്നുള്ള മൈൻഡിൽ തന്നെ അങ്ങനെയായിരുന്നു. അപ്പം അവരുടെ ആ ഒരു പ്ലാനിങ് ഇത്രയും ധൈര്യവും കോൺഫിഡൻസും പ്ലാൻ ചെയ്യാനുള്ള ആ ഒരു ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണത് പറഞ്ഞതെന്ന് തന്നെ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും. കാരണം ശിക്ഷിക്കപ്പെടില്ല. കാരണം അപ്പം നമ്മുടെ നിയമത്തെയൊക്കെ എന്ത് വിലയാണ് അവർ കൽപ്പിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പം ഇത് കണ്ടിട്ടെങ്കിലും ഭരണാധികാരികൾ ഇനിയും കുറച്ചും കൂടെ നിയമം ശക്തമാക്കണം. കാരണം തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ആ തെറ്റ് ഇനിയും ആവർത്തിക്കാതിരിക്കത്തുള്ളൂ. അവർ പറയുന്നത് എന്താ, കൂട്ടമായിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും സംഭവിക്കില്ല, ശിക്ഷ കിട്ടില്ല എന്ന്. പക്ഷേ അവിടെയും അവർക്ക് തെറ്റിയിട്ടുണ്ട്. കാര്യം ആക്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും ശിക്ഷ കിട്ടും. നമ്മുടെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചൊക്കെ അതിന് കുറ്റത്തിന് എന്തായാലും അവർക്ക് ശിക്ഷ കിട്ടുന്ന രീതിക്കുള്ള രീതി അവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും അവരുടെ ആ ഒരു മാനസിക നില, അതാണ് ഞാൻ ആലോചിക്കുന്നത്. 15 വയസ്സുള്ള ഒരു കുട്ടികൾക്ക് ഇത്രയും ചിന്തിച്ച് കൊല്ലാനുള്ള, അതും ഇപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ശിക്ഷയുടെ വെച്ച് നോക്കുകയാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ അവർ ഇറങ്ങും. വീണ്ടും അവർ വളരാൻ ഇരിക്കുന്ന ഒരു വലിയ ഇത്തരത്തിൽ മെന്റാലിറ്റി വെച്ചിട്ട് മുന്നോട്ട് അവരെങ്ങനെ ജീവിക്കും? അപ്പോൾ അവർ കൊടും ക്രിമിനലുകളായി മാറത്തേ ഉള്ളൂ. ഇനി വരാനിരിക്കുന്ന ഒരു കൊടും ക്രിമിനലുകളാണ് ഈ 5 അംഗ സംഘം. അപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ വിട്ടാൽ മതിയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഈ 3 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ഇവർ വീണ്ടും പുറത്തിറങ്ങുന്നു. ഇവർക്ക് ഇനിയും ഇതിലും കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ആരെ വേണമെങ്കിലും തല്ലാനും കൊല്ലാനും ഉള്ള ധൈര്യം. ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും ചിന്തിച്ചെങ്കിൽ മുന്നോട്ട് അവർ ഇതിലും വലിയ കൂടുതൽ കാര്യങ്ങളാകുമ്പോഴത്തേനും അവർ ഇതിലും വലിയ ക്രിമിനൽ കുറ്റങ്ങളെ ചെയ്യത്തുള്ളൂ. അപ്പം ഈ ഒരു വിഷയത്തെ നമ്മൾ വളരെ പ്രാധാന്യത്തോടു ഒരിക്കലും വില കൽപ്പിക്കാതെ തള്ളി പോകരുത്. കാരണം ഒരു കുട്ടിയാണ് മരിച്ചത്. കാരണം പക്ഷെ ആ കുട്ടികൾക്ക് പോലും അവർ പറഞ്ഞ കാര്യത്തിലും ഉണ്ടല്ലോ, ഇത് 2 ദിവസത്തേക്കേ ഉള്ളൂ, 2 ദിവസം കഴിയുമ്പോൾ തള്ളി പോകുമെന്ന് അവർ പറയുന്നു. കാര്യം അതാണ് ഇവിടെ നടക്കുന്നത്. മരിയ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ നിയമങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അതൊന്നും നടപ്പാക്കുന്നില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും, കാരണം കുട്ടികൾക്ക് വരെ അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ്. അപ്പം മുതിർന്നവരുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടില്ലെന്ന് ഉറപ്പുള്ള ഒരു സമൂഹത്തിൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. അപ്പം ഈ ഒരു ആ കുട്ടിക്ക് നീതി ലഭിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഇനിയും ഇങ്ങനെയുള്ള തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ 10ൽ പഠിക്കുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ ചെയ്തത്. അപ്പം നാളെ ഇവർ വളർന്നു വരുമ്പം വലിയൊരു കൊടും ക്രിമിനലുകളായിട്ട് തന്നെ മാറും. അപ്പോൾ ഇനിയും മുന്നോട്ട് ഇതുപോലെ സമൂഹം പോവുകയാണെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരും. തീർച്ചയായിട്ടും. കാര്യം ഒന്ന് പറഞ്ഞതിന് രണ്ടാമത്തേന് അടിക്കുകയാണ്, അല്ലെങ്കിൽ കൊല്ലാനുള്ളൊരു. ഇപ്പൊ തന്നെ എത്ര കേസുകളാണ് ഈ കുട്ടികളുടെ തന്നെ വരുന്നത്? ഒരുപാട്. ഇപ്പൊ കുറച്ചായിട്ട് ഒരുപാടുണ്ട്. റാഗിങ് ഉൾപ്പെടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എല്ലാം ചെറിയ +1 +2 പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ചെറിയ വഴക്കിന്റെ പേരിൽ ഇതുപോലെ ആക്രമണങ്ങൾ നടത്തുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി അധികാരികൾ ലോകം മുഴുവനും കാണേണ്ടതാണ്. അപ്പം ഇതിന് തക്കതായിട്ടുള്ള ശിക്ഷ. എന്തിനാ 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാര്യം ഇവർ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ട് എന്തിനാണ്? ഇവരിനി പഠിക്കത്തില്ലല്ലോ. ഇവരിനിയും ചെയ്യാൻ പോകുന്നത് ക്രൈമുകൾ തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് അതിനുള്ള തക്കതായിട്ടുള്ളൊരു ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്.